വെറും 2 ഐറ്റം കൊണ്ട് ഇത്രയും രുചിയിൽ ഇത്രയും ഹെൽത്തിയായ ഒരു സലാഡ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ. ആദ്യം 2 കുക്കുംബർ എടുത്തിട്ടുണ്ട്. അതിൻ്റെ 2 സൈഡ് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം കുക്കുംബറിൻ്റെ നടുമുറിച്ച് നീളനെ കട്ട് ചെയ്തെടുക്കാം. ഇനി ഓരോ കുക്കുംബറും നീളനെ കട്ട് ചെയ്തെടുക്കാം. മുഴുവൻ കുക്കുംബറും ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. അടുത്തതായി ഒരു സബോള എടുത്തിട്ടുണ്ട്. അത് നടുമുറിച്ച് കട്ട് ചെയ്തെടുക്കാം. ഇനി അത് ഓരോ സൈസിൽ കട്ട് ചെയ്തെടുക്കണം. മുഴുവൻ സബോളയും കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു ബൗളിൽ വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം അരിഞ്ഞു വെച്ച സബോള വെള്ളത്തിൽ മുക്കി വെച്ചിട്ടുണ്ട്. ഇത് 10 മിനിറ്റ് നേരം ഇങ്ങനെ വെച്ച സബോളയ്ക്ക് നല്ല ക്രിസ്പിനെസ് ലഭിക്കും. ഇനി 4 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അത് ചെറുതായി അരിഞ്ഞെടുക്കാം. വെളുത്തുള്ളി മുഴുവനും കട്ട് ചെയ്തിട്ടുണ്ട്. അടുത്തതായി കുറച്ച് മല്ലിയില എടുത്തിട്ടുണ്ട്. അത് ചെറുതായി അരിഞ്ഞെടുക്കാം. മല്ലിയില മുഴുവനും അരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നേരത്തെ അരിഞ്ഞു വെച്ച കുക്കുംബറിലേക്ക് വെളുത്തുള്ളിയും മല്ലിയിലയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഡ്രസ്സിംഗ് തയ്യാറാക്കാം. ഒരു ചെറിയ ബൗളിൽ കുറച്ച് ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 3/4 ടീസ്പൂൺ വറുത്ത എള്ള്, 1/2 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ തേൻ, ഇനി 1/2 ടീസ്പൂൺ ചില്ലി സോസ് ചേർത്ത് കൊടുക്കാം. അടുത്തതായി പകുതി ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. ഉപ്പും മധുരവും ചേർന്ന് ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇനി ഐസ് വെള്ളത്തിൽ ഇട്ട സബോള അരിഞ്ഞു വെച്ച കുക്കുംബറിലേക്ക് ചേർത്ത് കൊടുക്കാം. നേരത്തെ തയ്യാറാക്കി വെച്ച കൂട്ട് അരിഞ്ഞു വെച്ച കുക്കുംബറിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായി മിക്സ് ചെയ്യാം. നമ്മുടെ സലാഡ് റെഡി ആയിട്ടുണ്ട്. ശരീരഭാരം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ ഈ സലാഡ് ലഞ്ച് അല്ലെങ്കിൽ ഡിന്നറിന് ഉപയോഗിക്കാം. തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇനി നെക്സ്റ്റ് റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.